വലിയ അടയാളങ്ങൾ നമ്മൾ അറിയുന്നത് അത് സംഭവിക്കുന്നതോടുകൂടെ ഖിയാമത്തിലേക്കുള്ള ദൂരം വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ചെറിയ അടയാളങ്ങൾ, അലാമാത്ത് സുഗ്റ, the minor signs of the end time, അത് they may seem to be usual, വളരെ നോർമലായിട്ട് സ്വാഭാവികമായും സംഭവിക്കുന്നതല്ലേ, ഇതിലെന്താണ് ഇത്ര പ്രശ്നം എന്ന് തോന്നുന്ന പോലെ നിസ്സാരമായി ഒരുപക്ഷെ ചില ആളുകൾ അതിനെ കണ്ടേക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുനബിയുടെ വചനങ്ങളിൽ എന്താണോ സംഭവിക്കുമെന്ന് പറഞ്ഞത് അതതിന്റെ സമയക്രമങ്ങളിൽ വളരെ മനോഹരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഭവങ്ങളും അതാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുനാഹോं की हर सू घटा छा रही है, हया को भी खुद से हया आ रही है, न इज्जत सलामत न इस्मत है बाकी, निशानी क़ियामत नहीं है तो क्या है, फसादों की हर पल है सदा आमद आमद, तो सोचो ये उम्मत कहाँ जा रही है, अगर ख्वाब गफलत से जागे न मुस्लिम तो समझो क़ियामत क़रीब आ रही है. വളരെ മനോഹരമായ കവിതയാണിത്. ഉറുദു കവികളിൽ പ്രഗത്ഭനായ സിദ്ദീഖിയുടെ വരികൾ, ഗുനാഹോं की हर सू घटा छा रही है, പാപങ്ങളും കുറ്റങ്ങളും എല്ലായിടത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, നന്മകൾ വിരളമായി കൊണ്ടിരിക്കുന്നു. ഹയാ കോ ബി ഖുദ് സേ ഹയാ ആ രഹി ഹേ, ലജ്ജക്ക് പോലും ലജ്ജ തോന്നിക്കൊണ്ടിരിക്കുന്നു, നാണത്തിന് പോലും നാണം തോന്നിക്കൊണ്ടിരിക്കുന്നു. ന ഇസ്സത്ത് സലാമത്ത് ന ഇസ്മത്ത് ഹെ ബാഖി, നിശാനി ഖിയാമത്ത് നഹീ ഹേ തോ ക്യാ ഹേ. ന ഇസ്സത്ത് സലാമത്ത്, അഭിമാനം നഷ്ടപ്പെടുകയാണ്. സലാമത്ത്, മനുഷ്യന്റെ സുരക്ഷകൾക്ക് ഭീതിതമാവുകയാണ്, സുരക്ഷയില്ല. നഇസ്മത്ത് ഹെ ബാഖി, ഈ സമുദായത്തിന് പാപ സുരക്ഷയില്ല, ഈ ഉമ്മത്തിന് ഭദ്രതയില്ല, ഈ ഉമ്മത്തിനെ ആളുകൾ കടന്നു കയറി പിടിക്കുന്നു. നിശാനി ഖിയാമത്ത് നഹീ ഹേ തോ ക്യാ ഹേ, ഇതെല്ലാം അന്ത്യനാളിന്റെ അടയാളങ്ങളല്ലെങ്കിൽ പിന്നെ എന്താണ് അന്ത്യനാളിന്റെ അടയാളമായി ഭവിക്കുന്നത്? ഫസാദോं की हर पल है सदा आमद आमद, तो सोचो ये उम्मत कहाँ जा रही है. അരാജകത്വങ്ങളും അരക്ഷിതാവസ്ഥകളും ലോകത്ത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. तो सोचो ये उम्मत कहाँ जा रही है, ഈ ഉമ്മത്തിന്റെ നടത്തം എങ്ങോട്ടാണ്? अगर ख्वाब गफलत से जागे न मुस्लिम, अगर ख्वाब गफलत से जागे न मुस्लिम तो समझो क़ियामत क़रीब आ रही है. അശ്രദ്ധയുടെ ഉറക്കത്തിൽ നിന്ന്, അശ്രദ്ധയുടെ കിനാവിൽ നിന്ന് മുസ്ലിം ഉണർന്നില്ലെങ്കിൽ तो समझो, അറിയണം, ഖിയാമത്ത് ഖരീബ രഹി ഹേ, അന്ത്യനാൾ അടുത്തെത്തി കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം, ഉണരണം. ഉണരാൻ നേരമായി. മുത്തുനബിയുടെ ഹദീസുകൾ ഉണർത്തുപാട്ടുകളാണ്. യൂഷികു അൻ യഹ്സിറൽ ഫുറാതു അൻ കൻസിൻ മിൻ ദഹബിൻ, യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ മാമലകൾ കണ്ടെത്തപ്പെടുമെന്ന സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിലൂടെ നമ്മൾ ഇന്നലെ കടന്നു പോവുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി ഉമ്മത്തിന് കാണാനിരിക്കുന്നതും ആയിരക്കണക്കിന് വർഷങ്ങൾ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വഹീന്റെ വെളിച്ചത്തിൽ വളരെ മനോഹരമായി നമ്മെ പഠിപ്പിക്കുകയാണ്.
നബിതങ്ങൾ പറയുന്നു ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തപ്പെടും. മുത്തനബി തങ്ങളുടെ ഹദീസ് സ്വഹാബിമാരിൽ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, നബിതങ്ങളുടെ സ്വഹാബിമാരിൽ പ്രഗൽഭനായ സ്വഹാബി, ഉപ്പ ഉഹദിലെ ഷഹീദാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു, അവരുടെ പ്രിയപ്പെട്ട മകൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അസറാണിത്. അത് റഫ്ഉ ഹുക്മുർ റഫ്ഇ, അത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടതാണ് ജാബിർ എന്നവർ പറയാൻ പോകുന്നത്. സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സുഹൈർ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു ഹിജ്ർ എന്നവരും മഹാനായ സുഹൈർ എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. സുഹൈർ എന്നവരുടെ വാക്കാണിത്. عن أبي نضرة قال كنا عند جابر بن عبد الله رضي الله عنهما, ഞങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തിരിക്കുകയായിരുന്നു. സ്വഹാബിമാരെ പോയി കാണും ഇൽമ പഠിക്കാൻ. അവരവരുടെ കൂടെ ചെന്നിരിക്കും ഈമാനും തഖ്വയും വർദ്ധിക്കാൻ. ഞങ്ങളന്ന് കൂടെ ഇരിക്കുമ്പോൾ മഹാനായ ജാബിർ എന്ന സ്വഹാബി, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയങ്കരനായ സ്വഹാബിയുടെ മോൻ, ജാബിറേ നിനക്കറിയുമോ ഇന്നല്ലാഹ കല്ലമ അബാക കഫാഹ, ജാബിറേ നിന്റെ ഉപ്പയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ സംസാരിച്ചിട്ടുണ്ട്. ജാബിറേ ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ, അല്ലാഹുവിനും നിന്റെ ഉപ്പാക്കുമിടയിൽ ഒരു ദ്വിഭാഷിയില്ലാതെ ഒരു മുബല്ലിഗില്ലാതെ നേർക്കുനേരെ അല്ലാഹു സംസാരിച്ചിട്ടുണ്ട് ജാബിറേ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനെ ഒരുപാട് കേൾക്കാൻ ഭാഗ്യമുണ്ടാവുകയും ഹബീബിന്റെ ഹദീസുകളിൽ നൂറുകണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്ത ജാബിർ എന്നവർ പറയുന്ന വാക്ക് ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിക്കുകയാണ് സ്വഹീഹ് മുസ്ലിമിൽ. യൂഷികു അഹ്ലുൽ ഇറാഖ് അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം. ഇറാഖ് നിങ്ങൾക്കറിയുമോ? ഇറാഖുകാർക്ക് കച്ചവടം മറ്റു രാജ്യക്കാർ നിഷേധിക്കുകയും വലാ ദിർഹം, ഇറാഖുകാരുടെ നാണയമോ അവരുടെ കറൻസിക്കോ വിലയില്ലാതെ വരികയും ഇറാഖിനെതിരെ ലോക ജനതയിൽ നിന്ന് ഉപരോധം വരുമെന്ന് നിങ്ങൾക്കറിയണം. യൂഷികു അഹ്ലുൽ ഇറാഖി അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം. ഖഫീസ് ഇറാഖുകാരുടെ ഒരു അളവാണ്. നമ്മൾ ലിറ്റർ, കിലോഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ ഇറാഖുകാരുടെ അളവാണ് ഖഫീസ് എന്ന് പറയുന്നത്. ചരക്കുകളോ സാധനങ്ങളോ കമോഡിറ്റികളോ ഗുഡ്സുകളോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറാഖിലേക്ക് വരാതെ തടയപ്പെടുന്ന കാലം വരുന്നുണ്ട്. വലാ ദിർഹം, ഒരു രൂപ പോലും ഇറാഖിലേക്ക് പോവുകയില്ല, ഒരു നാണയം പോലും ഇറാഖിലേക്ക് പോവുകയില്ല. ഇറാഖുകാർക്കെതിരെ ലോക ജനതയിൽ നിന്ന് അൽ അജം മഹാനവറുകൾ ഇത് പറഞ്ഞപ്പോ, ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾ ചോദിച്ചു. മഹാനായ അബൂ നദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ചോദിച്ചു, മിൻ ഐന ദാക്, എവിടെ നിന്നാണത് സംഭവിക്കാൻ പോകുന്നത്? ഖാല അൽ അജമു യംനഊന ദാലിക്. അജമികളാണ് ഇറാഖികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത്. അജം എന്ന് പറഞ്ഞാൽ അറബി സംസാരിക്കാത്ത ആളുകൾക്കാണ് അജമികൾ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു, യൂഷികു അഹ്ലുശ്ശാം അല്ലാ യുജ്ബാ ഇലൈഹിം ദീനാറും വലാ മുജി. അറിയണം, ഷാമിലേക്ക്, സിറിയയിലേക്ക് ഒരു ദീനാറോ അളവോ തൂക്കമോ ഗുഡ്സുകളോ സാധനങ്ങളോ വസ്തുക്കളോ ഒന്നും കയറ്റി അയക്കപ്പെടാതെ, സിറിയയുടെ, ഫലസ്തീനിന്റെ, ജോർഡാനിന്റെ, ലബനാൻ, ഈ 4 പ്രദേശങ്ങൾക്ക് അറബിയിൽ പറയുന്ന പേരാണ് ഷാം. ഷാം ഇന്നൊരു നഗരമാണ്, എന്നാൽ മുൻകാലത്തൊരു പ്രദേശത്തിന്റെ പേരാണ്. ആ ഷാം എന്ന വാക്കിന്റെ ഉള്ളിൽ 4 രാജ്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഫലസ്തീൻ, രണ്ടാമത്തേത് ജോർദാൻ, 3 ലബനോൻ, 4-മത്തേത് സിറിയ. ഈ രാജ്യങ്ങൾ, ഈ പ്രദേശങ്ങൾക്കെതിരെ ലോക രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്താൻ പോകുന്നു.
അവർക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വരാതിരിക്കുകയും അവരുടെ കറൻസിക്ക് മൂല്യമില്ലാതെയാവുകയും ആ നാട്ടുകാർക്ക് പുറത്തു നിന്നും ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ പട്ടിണി മരണങ്ങളടക്കം ഉപരോധം കാരണം കഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായവരെ, ജാബിർ ഇബ്നു അബ്ദില്ലാഹി തങ്ങളെ, മിൻ ഐന ദാക്, ഇതെവിടെന്നാണ് വരുന്നത്? ഖാല അർ-റൂം, റോമക്കാരാണ്, റൂമികളാണ് ഇത് ചെയ്യാൻ പോകുന്നത്. റൂം എന്ന് പറഞ്ഞാൽ ഔറുബിയൂന വൽ അംരീകിയൂൻ, അമേരിക്കക്കാർക്കും യൂറോപ്യന്മാർക്കും പറയുന്ന പേരാണ്. ഒന്നുകിൽ റൂം അല്ലെങ്കിൽ ബനുൽ അസ്ഫർ. പരിശുദ്ധ ഹദീസിൽ നമുക്ക് ഇനിയും വരാനുണ്ട്. ബനുൽ അസ്ഫർ, ബനുൽ അസ്ഫർ, മഞ്ഞയുടെ മക്കൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മഞ്ഞ നിറമുള്ള ശരീരമുള്ള ആളുകൾ, വെളുത്ത നിറമുള്ള ആളുകൾ. ആ ആളുകളുടെ പ്രയോഗം, അതിന്റെ ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് യൂറോപ്യരും അമേരിക്കക്കാരുമാണ്. അതുതന്നെയാണ് റോം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലോചിക്കുക, 1000 വട്ടം ആലോചിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. കാണാൻ കഴിയാത്ത വരാനിരിക്കുന്ന ഗൈബിയായ വിഷയങ്ങൾ സ്വഹാബിമാർ സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട വിഷയങ്ങളാണ്. അവരായിട്ട് ഒന്നും ഉണ്ടാക്കി പറയില്ല. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് എപ്പോഴോ കേട്ട് പഠിച്ച ഇൽമാണ് സ്വഹാബിമാർ അസറുകളായി പറയുന്നത്. ഇറാഖിനെതിരെ ആരായിരിക്കും ഉപരോധം ഏർപ്പെടുത്തുക എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സ്വഹാബി പറയുന്നത് അൽ അജം, അജമികളാണെന്നാണ്. അജമികളെന്നാണ്. ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. നമ്മൾ ആലോചിക്കണം, അജമികൾ എന്ന് പറഞ്ഞാൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് ഒരു അറബ് രാജ്യം പോലും ആ സംഭവം നടക്കുമ്പോൾ, ഇറാഖിനെതിരെ ഉപരോധം നടക്കുമ്പോൾ ഊഴമായി വരുന്ന അറബ് രാജ്യങ്ങളിൽ അന്ന് യമനായിരുന്നു കൂടെയുണ്ടായിരുന്നത്. അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടനുണ്ട്, ചൈനയുണ്ട്. ഈ രാജ്യങ്ങൾ കൂടി, അതോടൊപ്പം ഒരു അറബ് രാജ്യം അന്ന് യമന്റെ ഊഴമായിരുന്നു. യമൻ മാത്രമാണ് ആ ഉപരോധം പാടില്ലെന്ന് പറഞ്ഞത്. എന്നാൽ ഇറാഖിനെതിരെയുള്ള ഉപരോധം അംഗീകരിച്ചതിൽ ചൈനയുണ്ട്, ബ്രിട്ടനുണ്ട്, ഫ്രാൻസ് ഉണ്ട്, അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്. ഇതിൽ റഷ്യയും ചൈനയും യൂറോപ്യരല്ല, അമേരിക്കക്കാരുമല്ല, ഈസ്റ്റേൺ രാജ്യമാണ്. ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് അൽ അജം. അറബി സംസാരിക്കാത്ത ആളുകൾ, അറബികളല്ലാത്ത ആളുകൾ ഒരുമിച്ച് നിന്ന് ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തും. നമ്മൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ ഉപരോധത്തിന്റെ കാലം ഇന്നും നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണമില്ലാതെ, ഒരു നേതാവില്ലാതെ, ഒരു നിയമക്രമമില്ലാതെ, രാജവാഴ്ച പോലുമില്ലാതെ, ഡെമോക്രസി ഇല്ല, രാജവാഴ്ചയില്ല, ഒരു ഭരണക്രമം പോലുമില്ലാതെ ഒരു രാജ്യം അനാർക്കിയിലേക്ക് തള്ളിവിടപ്പെട്ടത് ഇറാഖിൽ നടന്ന യുദ്ധത്തിന്റെ ശേഷമാണ്. നമ്മൾ ആലോചിക്കണം, സുൽത്താൻ അസ്സുൽത്താനു ദില്ലുല്ലാഹി ഫീ അർളിഹി, ഒരു ഭരണാധികാരി, അയാൾ നല്ല ആളാവട്ടെ, ക്രൂരനായ ആളാവട്ടെ, ഒരു ഭരണാധികാരി അല്ലാഹുവിന്റെ തണലാണ് ഭൂമിയിൽ. ഞങ്ങൾ പറയുമായിരുന്നു അസ്സുൽത്താനു ദില്ലുല്ലാഹി ഫീ അർളിഹി, ഒരു ഭരണാധികാരി ഭൂമിയിലെ അല്ലാഹുവിന്റെ തണലാണ്. ആ ഭരണാധികാരിക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ ചെന്നാൽ അല്ലാഹുവിന്റെ തണലാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, നബിയേ, ഞങ്ങളുടെ ഭരണാധികാരികൾ ഞങ്ങളോട് ക്രൂരത ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നേരം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ബാധ്യത നിറവേറ്റണം. നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളോട് നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. നിങ്ങളുടെ ഭരണാധികാരികളെ അനുസരിക്കുകയും ചെയ്യുക. അല്ലാഹു നിങ്ങളുടെ വിഷയങ്ങളിൽ പരിഹാരം തരും എന്നല്ല
അല്ലാതെ ഒരു ഭരണക്രമത്തെ താഴെ ഇറക്കി, പോലീസും പട്ടാളവും ഇല്ലാതെ, ഭരണമില്ലാതെ, നിയമവാഴ്ചയില്ലാതെ, കോടതിയില്ലാതെ ഒരു രാജ്യമെങ്ങാനും അനാർക്കിയിലേക്ക് തള്ളപ്പെട്ടാൽ അവിടെ കൊള്ളയും കൊലയും വ്യഭിചാരവും നാശനഷ്ടവുമല്ലാതെ മറ്റെന്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അതാണ് ലിബിയയിൽ നടന്നത്, അതാണ് അൾജീരിയയിൽ ഒരൽപ്പകാലം നടന്നത്, അതാണ് ഈജിപ്തിൽ നടന്നത്, അതാണ് വിവിധ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത വിഷയമാണ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നാൽ സിറിയയുടെ വിഷയം വന്നപ്പോ നമ്മളറിയണം, സിറിയ എന്ന പദപ്രയോഗം ആ നാട് സവിശേഷമായൊരു നാടാണ്. അവിടെയാണ് മഹാനായ റൂഹുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മാലാഖമാരുടെ തോളിൽ കൈവച്ച് ഒരു സുബ്ഹി നിസ്കാരത്തിന്റെ നേരത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് സിറിയയിലാണെന്ന് മറന്നു പോവരുത്. മക്കയിലും മദീനയിലുമല്ല ഈസ നബിയുടെ വരവുണ്ടാവുക, അത് സിറിയയിലെ ഡമസ്കസിലാണ്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ കിഴക്കു ഭാഗത്തുള്ള വെളുത്ത മുനാരത്തിൽ രണ്ട് മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട്, ചിറകുകളിൽ കൈവച്ചുകൊണ്ട്, യതഹദ്ദറു മിൻ റഅസിഹി മിഥ്ലുൽ ജുമാൻ, മുടിയിൽ നിന്ന് മുത്തിന് സമാനമായ വെള്ളത്തിന്റെ തുള്ളികൾ ഉറ്റി വീഴുന്ന പോലെ, കുളിച്ചിറങ്ങി വരുന്ന പോലെ മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം സുബ്ഹി നിസ്കാരത്തിന് ഇമാം മഹദിയും കൂട്ടരും സുബ്ഹി നിസ്കാരത്തിന് കാത്തിരിക്കുന്ന നേരം അവിടെയാണ്, ഡമസ്കസിലാണ് അൽ മസ്ജിദുൽ അമവി എന്നറിയപ്പെടുന്ന പ്രദേശം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് അലൽ മനാറത്തിൽ ബൈളാ, വെളുത്ത മുനാരത്തിലൂടെ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ കിഴക്കു ഭാഗം. നമ്മൾ അറിയണം, ഡമസ്കസ് എന്ന വാക്ക് നബിതങ്ങളുടെ കാലത്ത് ഇല്ല, ഡമസ്കസ് എന്ന നാടേ ഇല്ല, ഡമസ്കസ് എന്ന പട്ടണമില്ല. ആ പട്ടണം ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷമാണ്. എന്നാൽ നബിതങ്ങൾ വഹീന്റെ വെളിച്ചത്തിൽ പറഞ്ഞു, ഡമസ്കസ് എന്ന നാട് വരും, അവിടെ ഒരു പള്ളി വരും, ആ പള്ളിയുടെ വെളുത്ത മുനാരത്തിലാണ് ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് സിറിയ പ്രധാനമുള്ള രാജ്യമാണ്. അവിടെയാണ് സക്കരിയ നബി അലൈഹിസ്സലാം, അവിടെയാണ് യഹ്യാ നബി അലൈഹിസ്സലാം, അവിടെയാണ് പ്രവാചകന്മാരിൽ ഒരുപാട് പേര് വന്നത്, സ്വഹാബിമാരിൽ ഒരുപാട് സ്വഹാബിമാർ. ഇസ്ലാമിന്റെ ഏറ്റവും നല്ല നാഗരികതയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഏറ്റവും മഹനീയമായ സംഭാവനകൾ ചെയ്ത രണ്ട് പ്രദേശങ്ങളാണ് ഉണ്ടായത്, മൂന്നുണ്ട്. ഒന്ന് ഈജിപ്ത്, അത് കഴിഞ്ഞാൽ പിന്നെ സിറിയയാണ്, ഇറാഖാണ്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ലോകാവസാനം സംഭവിക്കുമ്പോൾ खुदा के रूबरू जिस दिन क़यामत का वफा होगा, उसी दिन बाप बेटे का न बेटा बाप का होगा, न हमशीरा बरादर की न बीवी अपने शौहर की, वो ऐसा वक़्त होगा भाई भाई से जुदा होगा. ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്റുജു നാറുൻ മിൻ ഖിബലിൽ യമൻ, യമനിന്റെ ഭാഗത്ത് നിന്ന് ഒരു തീ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ദുഖാനുൻ, അത് കട്ടപിടിച്ച പുകയായിരിക്കും എന്നും ഹദീസുകളിലുണ്ട്. യഹ്ശുറുൻ നാസ ഇലാ അർളി മഹ്ശരിഹിം, യമനിൽ നിന്ന് ആളുകളെ ആട്ടിത്തെളിച്ച് വിചാരണയുടെ സ്ഥലത്തേക്ക് ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു തീ. ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയാൽ ആളുകൾ എത്തിച്ചേരുന്നത് സിറിയയിലായിരിക്കും എന്നാണ് ഹദീസ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ഷാമിനെ പറയുമ്പോൾ, സിറിയയെ പറയുമ്പോൾ അർളുൽ മഹ്ശരി വൽ മൻശർ, അവിടെയാണ് മഹ്ശറ നടക്കുന്നത്, അവിടെയായിരിക്കും മഹ്ശറയുടെ മൈതാനം അല്ലാഹു സംവിധാനിക്കുകയെന്ന് മഹാനായ നബിതങ്ങൾ ഒന്നിലേറെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. മഹ്ശറ സംവിധാനിക്കപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ ഭൂമിയെ അല്ലാഹു മാറ്റിമറിച്ചതിന്റെ ശേഷം. ഇന്നത്തെ ഭൂമിയല്ല, ഇന്നത്തെ ഭൂഖണ്ഡങ്ങളല്ല, ഇന്നത്തെ സമുദ്രങ്ങളല്ല, ഇന്നത്തെ കരമാർഗങ്ങളല്ല, ഇന്നത്തെ ഭൂരാജ്യങ്ങളല്ല.